ഹലോ, അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ കോഴഞ്ചേരി ചെറുകോപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തെ കൺവെൻഷൻ നടക്കുന്നുണ്ട്. അപ്പം എല്ലാ വർഷവും അവിടെ നടക്കുന്നത്. അപ്പം ഞങ്ങൾ അതിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ട് ബസ് കയറാൻ പോകുമായിരുന്നു. അപ്പം ഞങ്ങളെ കൊണ്ടുവിടാൻ രമണിയമ്മ ഞങ്ങളുടെ പുറകെ വരുന്നുണ്ട്. അപ്പം നിന്ന് ലാസ്റ്റ് ബസ് കിട്ടി. ഇതിനകത്ത് തന്നെ ഉഷാമ്മയും ചേച്ചിയും ഉണ്ടായിരുന്നു കേട്ടോ. അവർ പത്തനംതിട്ട ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാണ്. അപ്പോൾ ഈ ബസ് നേരെ കോഴഞ്ചേരിയിലോട്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി ഈ പാലം കടന്നു വേണം നമുക്ക് അപ്പുറത്തോട്ട് പോകാനായിട്ട്. അപ്പം ചെറിയൊരു കൈവരി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഹൈറ്റിന് അത്ര വരെ ഇല്ല, ചെറുതാണ്. ഞാൻ ആദ്യം അങ്ങ് പേടിച്ചു പോയി. അപ്പോൾ ഇവിടെ ഇറങ്ങിയതുണ്ട്. ഇതൊക്കെയാണ് കാഴ്ചകളെ. അപ്പം നല്ല രസം. അവിടെ ഇഷ്ടംപോലെ കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവിടെ ഇല്ലാത്ത സാധനം ഒന്നുമില്ല. പൈസ മാത്രം വേണമെന്നേ ഉള്ളൂ. ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം നമുക്ക് മേടിച്ചുകൊണ്ട് വരാം. അപ്പം ഞങ്ങളിങ്ങനെ ഇറങ്ങി ഓരോ കടകളായിട്ട് ഇങ്ങനെ കയറി അങ്ങോട്ട്. ഇവിടുന്ന് അങ്ങ് ഒത്തിരി ദൂരമുണ്ട്. ഇവിടുന്ന് അങ്ങ് അറ്റം വരെ കട, പിന്നെ അപ്പുറത്തെ സൈഡും കട. ഇങ്ങനെ പോയിട്ട് കറങ്ങി വേണം ഇങ്ങനെ വരാനായിട്ട്. അപ്പം ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് മേടിക്കാം. പിന്നെ പിള്ളേരെ കൊണ്ട് പോകുമ്പോഴാണ് കൈ പൈസയും കൊണ്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ചെന്നപ്പോൾ തന്നെ ഒരു പാത്രം കടയായിരുന്നേ. ചുമ്മാ ജസ്റ്റ് നോക്കി ഇങ്ങ് ഇറങ്ങി, മേടിക്കാൻ ഒന്നും നിന്നില്ല. അതിനിപ്പുറത്തും ഒരു പെർഫ്യൂമിൻ്റെ കടയാണേ. പുള്ളി ഇങ്ങനെ ഒരു ചെറിയൊരു ബോട്ടിലിനകത്ത് ഇങ്ങനെ ഇതിനകത്താണ് കൊടുക്കുന്നത്. ഇത് ജസ്റ്റ് 100 രൂപ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യെ ജസ്റ്റ് ഒന്ന് തേച്ചൊക്കെ തന്നു. നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ പെർഫ്യൂംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മേടിക്കാൻ ഒന്നും നിന്നില്ല. ആ ചെറിയ ബോട്ടിൽ തന്നെ പുള്ളി 100 രൂപ പറഞ്ഞു. നൈസായിട്ട് ഇവിടുന്ന് വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി. മസാല ഐറ്റംസ് ആണെങ്കിൽ നമുക്ക് 100 രൂപയ്ക്ക് മൂന്നെണ്ണം. നിങ്ങൾ മസാല ഐറ്റം നിങ്ങൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾ മൂന്ന് പാക്കറ്റ് വാങ്ങിക്കുവാണെങ്കിൽ 150 രൂപ കൊടുക്കണം. ചിക്കൻ ആണെങ്കിൽ 50 രൂപ കൊടുക്കണം. മീറ്റിന് കൊടുക്കണം. അതുപോലെ തന്നെ ആണെങ്കിൽ സാമ്പാറിന് വേറെ ഏത് ഐറ്റം ആണെങ്കിലും. പിന്നെ ഈ ഇവിടുന്ന് വാങ്ങിക്കുവാണെങ്കിൽ കമ്പനിയുടെ പ്രൊമോഷൻ രീതിയിൽ നിങ്ങൾക്ക് 100 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ ഇവർ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് 3 മസാല ഐറ്റംസ് 50 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു പാക്കറ്റ് ഫ്രീ ആണ്. അത് 8 മസാല ഐറ്റംസ് സാമ്പിൾ പാക്കറ്റ് ഉണ്ട്. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഫ്രീ ആയിട്ട് തന്നായിരുന്നു. ഉഷാമ്മയും ചേച്ചിയും മുളക് പൊടി മാത്രം മേടിച്ചിട്ടുണ്ടായിരുന്നു അവർ അവിടുന്ന്. അപ്പം ഇത് വള മാല അങ്ങനത്തെ കുറേ സെക്ഷൻസാണ്. പൊന്നുവിൻ്റെയും പൊന്നുമോൻ്റെയും സെക്ഷൻസാണ് ഇത് മൊത്തം. അപ്പം പൊന്നുമോൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ മറ്റേ ഇതിനകത്തോട്ട് ഇടുമായിരുന്നു. അപ്പം ഒത്തിരി ഒന്നും മേടിച്ച് കൊടുക്കാൻ നിന്നില്ല. നമുക്ക് പറ്റുന്ന പോലെയൊക്കെ 5-6 സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്തില്ല. പിന്നെ അവൾ മോഹൻ ചുളിക്ക് അങ്ങനെ ഹെയർ ക്ലിപ്പും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ പൊന്നുമൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് പണിതുകൊണ്ട് ഈ ഒരു സംഭവം കണ്ടത്. ഇത്തരം ഒരു കുഞ്ഞു ഫാന് കഴിഞ്ഞ വട്ടം ടണൽ അക്വേറിയം കാണാൻ പോയപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് മേടിച്ചിട്ട് വേറൊരു കടയെ കൊണ്ട് ഈ പിള്ളേർ വെച്ചത് മറന്നുപോയി. അപ്പം പൊന്നുമൻ അത് എടുത്ത് കാണിക്കും, അമ്മ ഇത് മേടിച്ചതാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, പൊന്നുമൻ അത് വെച്ചേരും, നിനക്കൊന്നും അത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അത് മേടിച്ച് അവിടെ വെച്ച്. അങ്ങനെ വന്ന് ഒരു ടോയ്സൊക്കെ ഉള്ളൊരു കട എത്തിയേ. അവിടുന്ന് അതിൻ്റെ ഈ ഒരു പാവ എടുക്കാന്ന് പറഞ്ഞാൽ പൊന്നുമൻ അത് വേണ്ടായിരുന്നു. അതിന് പകരം അവൾ ഈ കഞ്ഞിയും കറിയൊക്കെ വെക്കുന്ന ടൈപ്പ് അതെടുത്ത് ഇവിടുന്ന് ടോയ്സ് ചേച്ചി മണിക്കൂട്ടിന് ഒരു കാറ് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഇങ്ങനെയുള്ള ഈ കളർ പപ്പടങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഒരു പാക്കറ്റിന് 100 രൂപയൊക്കെ ആയിരുന്നു. 50 രൂപയുടെ ഉണ്ട് കണ്ടുകൊണ്ട്. അപ്പുറത്തെ സൈഡിൽ 50 രൂപയുടെ ഉണ്ട്. അവർ ടേസ്റ്റ് നോക്കാൻ വേണ്ടി അതിങ്ങനെ ഫ്രൈ ചെയ്തും വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ എടുത്ത് ടേസ്റ്റ് ചെയ്യാൻ. ഞാൻ നോക്കാൻ നിന്നൊന്നുമില്ല. ഇത് 50 രൂപയുടെ പാക്കറ്റാണ്. പിന്നെ എനിക്കാണെങ്കിൽ ഒരു പിച്ചാത്തി വേണമായിരുന്നേ. വർഷങ്ങളായി ഞാൻ പിച്ചാത്തി മേടിച്ചിട്ട്. അപ്പോൾ തന്നെ ഇങ്ങനെ ഓരോന്നിങ്ങനെ എടുത്ത് നോക്കും. ഉഷാമ്മയോട് പറഞ്ഞു, ഉഷാമ്മ നല്ലൊരു പിച്ചാത്തി നോക്കി എടുത്ത് തരാൻ. അപ്പോൾ നല്ലൊരു പിച്ചാത്തി നോക്കി ഉഷാമ്മ എനിക്ക് എടുത്ത് തന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു പിച്ചാത്തി മേടിച്ചിരിക്കുകയാണ്. അതിന് 80 രൂപയായിരുന്നു കേട്ടോ. പാലക്കാടൻ കത്തി എന്നൊക്കെ പറഞ്ഞാൽ തന്നത്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ കഴിക്കാനായിട്ടുള്ള സെക്ഷനിൽ കയറി കേട്ടോ. ഞാൻ ഇവിടെ വന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഇതാണ് മെയിൻ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ് ഈ കോളിഫ്ലവർ ഫ്രൈ. അപ്പോൾ ഞാൻ അവിടെ പോയി നിന്ന് അത് മേടിച്ചായിരുന്നു. 50ൻ്റെ ഉണ്ട്, 100ൻ്റെ ഉണ്ട്. അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഫ്രൈ ചെയ്യുന്നത് എന്തായാലും നല്ല ഹൈജീനിക്കായിട്ടൊക്കെ അവർ ചെയ്യുന്ന, കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട്. അപ്പം ടേസ്റ്റ് എന്ന് പറയാൻ അങ്ങനെ വലിയ ടേസ്റ്റ്, എല്ലായിടത്തും കഴിക്കുന്ന പോലുള്ള ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അതുമല്ല അതങ്ങനെ വെന്തിട്ടും ഇല്ല. പിന്നെ കാശ് കൊടുത്ത് മേടിച്ചില്ലേ എന്ന് വിചാരിച്ച് ഞങ്ങളത് കഴിച്ചു. ചേച്ചിയൊക്കെ ആണെങ്കിൽ തുള്ളി പോലും കഴിച്ചില്ല. പിന്നെ ആണെങ്കിൽ ബജ്ജിയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും മാവ് ഉള്ളിൽ അങ്ങോട്ട് വെന്തിട്ടൊന്നും ഇല്ലായിരുന്നു. ഒരു പെട്ടെന്ന് ഫ്രൈ ചെയ്തങ്ങ് എടുക്കുന്നതല്ലേ, അതായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് കഴിച്ചിട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് വന്നപ്പോൾ ആണെന്നുണ്ട് ഇതുപോലെ നല്ല പ്രതിമകളൊക്കെ കൃഷ്ണൻ്റെ ഇരിക്കുന്ന കണ്ടത്. എല്ലാം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ വില പോലും ചോദിച്ചില്ല. മേടിച്ചാലും വെക്കാൻ ഇവിടെ സ്ഥലവും ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ നിന്ന് കണ്ടിട്ട് ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ലാസ്റ്റ് ഞങ്ങൾ ഇറങ്ങാൻ നേരം എല്ലാ വർഷവും ഉള്ളതാണ് ഐസ്ക്രീം കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നത്.
അപ്പം ഇങ്ങനെ ഓരോന്നിൻ്റെ ഫ്ലേവറൊക്കെ ഇങ്ങനെ ഞാൻ ചോദിക്കുവാണ്, എല്ലാ ഫ്ലേവറും. അതിങ്ങനെ പറഞ്ഞു വരുമ്പോൾ തന്നെ ആദ്യം പറഞ്ഞ ഫ്ലേവറൊക്കെ മറന്നു പോകും. അപ്പോൾ ഓരോന്ന് ചേട്ടൻ പറഞ്ഞു തരുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ ഓറിയോയുടെ ആ ഒരു ഫ്ലേവറാണ് ഞാൻ എടുത്തത്. അങ്ങനെ ഓരോരുത്തരും ഓരോ ഫ്ലേവർ ഇങ്ങനെ എടുത്തു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം എല്ലാം ഇങ്ങനെ കഴിച്ച് എൻജോയ് ചെയ്ത് ലാസ്റ്റ് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നേ. അപ്പോൾ ഇങ്ങനെ മാറി മാറി ഞങ്ങളിങ്ങനെ ടേസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെയൊക്കെ ഉണ്ടെന്ന്. ഇവക്കാണെങ്കിൽ പൊന്നൂനാണെങ്കിൽ കോൺ ഐസ്ക്രീം ഇഷ്ടമല്ല, അവർക്ക് ഇങ്ങനെ മാംഗോ പറയതാണ് ഇഷ്ടം. അപ്പോൾ അത് മേടിച്ചു കൊടുത്തു. അങ്ങനെ ഐസ്ക്രീം എല്ലാം കഴിച്ച് ഞങ്ങൾ ഇറങ്ങാൻ നേരം ലാസ്റ്റ് 2 പൊതി കപ്പലണ്ടിയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂട് കപ്പലണ്ടിയും മറ്റേ ഗ്രീൻ കളറിലെ പീസ് ഫ്രൈ ഇല്ലേ, അതും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ സമയം 9 മണിയോളമായി. പിന്നെ ഇങ്ങോട്ട് ബസ്സില്ലായിരുന്നു, ഞങ്ങൾ പിന്നെ ഓട്ടോയ്ക്കാണ് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും